ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ മേക്ക് ചെയ്യാൻ എടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പേസ്റ്റൽ കളറിലെ സാറ്റിൻ കവർ ചെയ്ത ഒരു ബോയാണ്. പിന്നെ നമ്മളിവിടെ സിൽവർ കളറിലെ സ്റ്റോൺ ലേസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 0.4 mm തിക്നെസ് ഉള്ള പേസ്റ്റൽ കളറിലെ കുറച്ച് ബീഡ്സും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നേരെ മേക്കിങ്ങിലോട്ട് പോയാലോ? അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് B6000 ഗ്ലൂ ആണ്. അപ്പം നമ്മുടെ ബോയുടെ എൻഡിൽ നിന്നും ഏകദേശം നമ്മുടെ ഒരു കൈയളവ് വിട്ടതിന് ശേഷമുള്ള പോർഷനാണ് ഞാനിവിടെ ഗ്ലൂ കവർ ചെയ്ത് എടുക്കുന്നത്. അപ്പം നമ്മുടെ ബോയിൽ ഫുള്ളായിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നില്ല. ഏകദേശം പകുതി പോർഷൻ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ സ്റ്റോൺ ഷീറ്റിന് അതിൻ്റെ പുറത്ത് ഇതുപോലെ വെച്ച് പിടിപ്പിക്കാം. അപ്പം നമ്മുടെ പകുതി പോർഷൻ ഇതുപോലെ വെച്ചതിന് ശേഷം ബാലൻസ് പോർഷന് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഫുള്ളായിട്ട് നമ്മുടെ ലേസ് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ എതിർവശത്തും ഏകദേശം ഒരു കൈയളവ് വിട്ടതിന് ശേഷമുള്ള പോർഷനാട്ടോ നമ്മൾ കവർ ചെയ്തേ. അപ്പോൾ ഇത് നമ്മുടെ ബോയിൽ കറക്റ്റായിട്ടിരിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് ഷേപ്പെല്ലാം കറക്റ്റ് ആക്കുക. കണ്ടില്ലേ, ഈ ബോ ഇങ്ങനെ യൂസ് ചെയ്യാൻ നല്ല ഭംഗിയാണ്. പക്ഷേ നമ്മളിതിൽ കുറച്ചുകൂടി ഐഡിയാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ബോയുടെ സാറ്റിൻ്റെ ഉള്ളിലൂടെ ഒരു വശത്തു നിന്ന് എതിർവശത്തോട്ട് ഇതുപോലെ സൂചി കടത്തിയെടുത്തതിന് ശേഷം നമ്മൾ 6 ബീഡ്സാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ പേസ്റ്റൽ കളറിലെ ഏകദേശം 6 ബീഡ്സിനെ ഇതുപോലെ നമ്മുടെ സൂചിയുടെ ഉള്ളിലോട്ട് കടത്തി വിടുക. അതിനുശേഷം നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് നോക്കുക. നല്ല എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് നമ്മൾ കാണിക്കുന്നത്. നമ്മുടെ സൂചിനെ എതിർവശത്തിലോട്ട് ഇതുപോലെ തയ്ച്ചെടുക്കുക. അതിനുശേഷം നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന ഷേപ്പ് എന്ന് പറയുന്നത് ഇതുപോലുള്ള ഒരു ഷേപ്പാണ്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ സ്റ്റോൺ ലേസിൽ ഏകദേശം 4 സ്റ്റോൺ കഴിഞ്ഞതിന് ശേഷമുള്ള പോർഷൻ വെച്ചിട്ട് ഇതുപോലെ എതിർവശത്ത് വീണ്ടും തയ്ച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു ഷേപ്പ് കിട്ടാനായിട്ട് ഇതുപോലെ തയ്ച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇപ്പുറത്തെ വശത്തും ഇതുപോലെ തന്നെ നമ്മുടെ 6 ബീഡ്സ് ഉപയോഗിക്കുകയാണ്. അപ്പം നമ്മൾ 6 ബീഡ്സിനെ ഇതുപോലെ സൂചിയിലോട്ട് കടത്തിയെടുത്തതിന് ശേഷം വീണ്ടും ഇപ്പുറത്തെ വശത്ത് നിന്നും എതിർവശത്തേക്ക് ഇതേപോലെ 4 സ്റ്റോൺ കഴിഞ്ഞിട്ടുള്ള പോർഷൻ വെച്ച് ഇതുപോലെ തയ്ച്ചെടുക്കുക. ഈ ഒരു പ്രോസസ്സ് തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രം മതി. ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഐഡിയ കേട്ടോ. അതുപോലെ തന്നെ ഇതിന് ഒരുപാട് സാധനങ്ങളുടെ ആവശ്യമൊന്നും വരുന്നില്ല. നമ്മുടെ കയ്യിലുള്ളതൊക്കെ വെച്ച് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ഐഡിയാസൊക്കെ ഒരുപാട് നമ്മുടെ വീഡിയോയിൽ, അതായത് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്ത എല്ലാവരും ഒന്ന് കയറി കണ്ടു നോക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾക്കിതുപോലുള്ള നല്ല നല്ല വീഡിയോസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത് കൂടി അയക്കണേ. അപ്പം നമ്മളിതാ വീണ്ടും ഇതുപോലെ തന്നെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ശ്രദ്ധിച്ചാൽ മാത്രം മതി. വളരെ എളുപ്പം ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഐറ്റം കേട്ടോ. അപ്പം നമ്മൾ ജസ്റ്റ് ഈ ഒരു മെത്തേഡ് ഇങ്ങനെ കവർ ചെയ്ത് പോവുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്ത് മാത്രം പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം നമ്മളിവിടെ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അവസാന പോർഷനിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെയും ഇതുപോലെ തന്നെ 4 സ്റ്റോൺ കറക്റ്റ് എണ്ണി നോക്കിയതിന് ശേഷം നമ്മളിതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം എല്ലാം ഒന്ന് ടൈറ്റ് ചെയ്ത് ഷേപ്പ് വരുത്തുക. കണ്ടില്ലേ, വളരെ ഭംഗിയായിട്ടുള്ള നമ്മുടെ ബോയുടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് ടൈറ്റ് ചെയ്തതിന് ശേഷം ഇതിനെ കെട്ടിട്ടെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിനു മുമ്പായിട്ട് എല്ലാം കറക്റ്റ് ഷേപ്പ് തന്നെ ഒന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം തൊട്ടടുത്ത് കൂടെ സാറ്റിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ സൂചി കടത്തിയെടുത്ത് നമുക്ക് കെട്ടിട്ടെടുക്കാം. അതിനുശേഷം ബാലൻസ് ത്രെഡ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള നമ്മുടെ ബോയ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പം ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഏത് കളറിലെ ബീഡ്സ് ഉപയോഗിച്ച് നമുക്കിത് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.